പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്ക ഒന്നാമത് 126 മെഡലുകളുമായി അമേരിക്ക ആദ്യ സ്ഥാനത്ത്. വനിതകളുടെ ബാസ്കറ്റ്ബോളിൽ 1 പോയിന്റിന് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയാണ് 40ാം സ്വർണം അമേരിക്ക നേടിയത്. ചൈന 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളി. മത്സരങ്ങൾ പൂർത്തിയായതോടെ ഇത്തവണ ഒളിമ്പിക്സിന് അല്പസമയത്തിനകം തിരശ്ശീല വീഴും. ഫ്രഞ്ച് തലസ്ഥാനത്ത് നടക്കുന്ന ഗംഭീരമായ സമാപന ചടങ്ങോടെയാണ് കായിക മാമാങ്കത്തിന് കൊടിയിറങ്ങുന്നത്. സമാപന മാർച്ച് പാസ്റ്റിൽ മനു ഭാക്കറും PR ശ്രീജേഷും ഇന്ത്യൻ പതാകയേന്തും. വിവരങ്ങൾ നൽകാനായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഹരികൃഷ്ണൻ കേസ് ചേരുന്നുണ്ട്. ഹരി, വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായക നിമിഷമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് 6 മെഡലുകളുടെ നേട്ടത്തോടെയാണ് ഇന്ത്യൻ താരങ്ങൾ നമ്മുടെ മണ്ണിലേക്ക് എത്തുന്നത്. വളരെയധികം സന്തോഷവും ഒപ്പം തന്നെ അഭിമാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസരമാണ്. എന്തൊക്കെയാണ് കൂടുതലായി പറയാനുള്ള വിശദാംശങ്ങൾ? എങ്ങനെയാണ് ചടങ്ങ്? ഏകദേശം ഒരു 12:30 തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ എന്തൊക്കെയാണ്? തീർച്ചയായും അഞ്ജന, അല്പസമയത്തിനുള്ളിൽ തന്നെ പാരീസിൽ ഒളിമ്പിക്സിന് കൊടിയിറങ്ങുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വർണ്ണാഭമായ പല കലാപരിപാടികളുമാണ് പാരീസിൽ അരങ്ങേറുക. ഉദ്ഘാടന ചടങ്ങിൻ്റെ ഡയറക്ടറായ തോമസ് ജോളി തന്നെയാണ് പാരീസിൻ്റെ സമാപന ചടങ്ങുകൾക്കും ദൃശ്യാവിഷ്കാരം ഒരുക്കുന്നതെന്നുള്ള ഒരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള കലാപരിപാടികളാവും ഫ്രാൻസിൽ അരങ്ങേറുക. പാരീസിലെ ഉദ്ഘാടന ചടങ്ങ് പാരീസിൻ്റെ സെൻ നദിയുടെ ഓളങ്ങൾ തട്ടിയായിരുന്നപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഫ്രാൻസിലെ ഒരു സ്റ്റേഡിയത്തിലാണ്. 1988 ഫ്രാൻസ് ലോകകപ്പ് ജേതാക്കളായ സ്റ്റേഡിയത്തിലാണ് സമാപന ചടങ്ങുകൾ അരങ്ങേറുക. ഏകദേശം 80,000-ഓളം കാണികൾക്ക് സമാപന ചടങ്ങുകൾ കണ്ട് വീക്ഷിക്കാൻ സാധിക്കും. വളരെ മികച്ച രീതിയിലുള്ള ഒരു ഒളിമ്പിക്സ് തന്നെയാണ് ഫ്രാൻസിൽ അരങ്ങേറിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏകദേശം അമേരിക്കയാണ് ഒന്നാമതായി ചാമ്പ്യന്മാരായിരിക്കുന്നത്. 40 ഗോൾഡോടുകൂടി 120 മെഡലുകളാണ് അമേരിക്ക സ്വന്തമാക്കിയത്. തൊട്ടുപിറകിൽ തന്നെ 40 ഗോൾഡും 91 മെഡലുകളുമായി ചൈന 2ാം സ്ഥാനത്തെത്തിയപ്പോൾ ജപ്പാനും ഓസ്ട്രേലിയയും ഫ്രാൻസുമാണ് ആദ്യ 5 സ്ഥാനക്കാരായി എത്തിയിരിക്കുന്നത്. ആദ്യതരായ ഫ്രാൻസാണ് ഒളിമ്പിക്സിൽ 5ാം സ്ഥാനത്തെത്തിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ 6 മെഡലുകളുമായാണ് പാരീസിൽ നിന്നും മടങ്ങുന്നത്. 5 വെങ്കലവും 1 വെള്ളിയും അടങ്ങുന്ന മെഡൽ നേട്ടം ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അതിൽ മനു ഭാക്കറാണ് ഇന്ത്യൻ മെഡൽ നേട്ടത്തിന് തുടക്കമിട്ടത്. ഷൂട്ടിങ്ങിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വ്യക്തിഗത ഇനത്തിലും ടീം ഇനത്തിലുമാണ് ഇന്ത്യ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നീരജ് ചോപ്രയാണ് ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിയത്. ജാവലിംഗ് ത്രോയിൽ പാകിസ്ഥാൻ്റെ അമർ ഇർഷാദിനോടാണ് നീരജ് ചോപ്ര പരാജയപ്പെട്ടത്. എങ്കിലും വളരെ രീതിയിലുള്ള ഒരു മികച്ച പോരാട്ടം തന്നെ പാരീസിൽ ഇന്ത്യൻ സഖ്യം കാഴ്ചവെച്ചു എന്നും പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഹോക്കിയിൽ നിർഭാഗ്യവശാൽ മാത്രമാണ് നമുക്ക് ഫൈനലെത്താൻ സാധിക്കാത്തത്. അങ്ങനെ ഹോക്കിയിലും ഇന്ത്യൻ ചുണക്കുട്ടികൾ വെങ്കലം നേടിയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. ഇന്ത്യയുടെ ഹോക്കി ടീം ക്യാപ്റ്റനായ ശ്രീജേഷിൻ്റെ അവസാന ഒളിമ്പിക്സ് മത്സരം കൂടിയാണ് പാരീസിൽ ഇറങ്ങിയത്. അദ്ദേഹം വിരമിച്ചതിന് ശേഷം ഇന്ത്യൻ ജൂനിയർ ടീമിൻ്റെ കോച്ചായി തുടരുമെന്നുള്ള കോച്ചായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ രീതിയിലുള്ള മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യ പാരീസിൽ അരങ്ങേറിയത്. ശരി. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്ക ഒന്നാമത്. 126 മെഡലുകളുമായി അമേരിക്ക ആദ്യ സ്ഥാനത്ത്. വനിതകളുടെ ബാസ്കറ്റ്ബോളിൽ 1 പോയിന്റിന് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയാണ് 40ാം സ്വർണം അമേരിക്ക നേടിയത്. ചൈന 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളി. മത്സരങ്ങൾ പൂർത്തിയായതോടെ ഇത്തവണ ഒളിമ്പിക്സിന് അല്പസമയത്തിനകം തിരശ്ശീല വീഴും. ഫ്രഞ്ച് തലസ്ഥാനത്ത് നടക്കുന്ന ഗംഭീരമായ സമാപന ചടങ്ങോടെയാണ് കായിക മാമാങ്കത്തിന് കൊടിയിറങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഹരികൃഷ്ണൻ.